ഞാൻ മുമ്പൊരു വീഡിയോയിലേ നമ്മുടെ മീൻകുളം മൂടിയിട്ട് അവിടെ സോളാർ ഡ്രയർ ഉണ്ടാക്കുന്ന ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മീനിനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുളമായിരുന്നേ. പിന്നെ നമുക്ക് സോളാർ ഡ്രയർ അത്യാവശ്യമായിരുന്നു. ചുറ്റും കവുങ്ങുന്തോട്ടമായതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലത് പണിയാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ മീൻകുളം മൂടിയിട്ട് അവിടെ തന്നെ സോളാർ ഡ്രയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ തറ കെട്ടുന്നത് വരെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് ബാക്കിയുള്ള പണികളൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ സോളാർ ഡ്രയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വീഡിയോയിൽ കമൻറ്റിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോളാർ ഡ്രയർ എന്ന് വെച്ചാൽ എന്താണ്. സോളാർ ഡ്രയർ എന്ന് വെച്ചാൽ മിക്കവർക്കും അറിയാം, അതായത് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അങ്ങനെ നമ്മുടെ ക്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് അടയ്ക്ക, കുരുമുളക്, കാപ്പി, അങ്ങനെ പല എന്ത് ക്രോപ്സ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് കണ്ടോ, മുകളിൽ GA പൈപ്പ് വെച്ച് ഇങ്ങനെ വളച്ചാണ് കേട്ടോ അത് ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ സിൽപോളിൻ ഷീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ചൂട് നിൽക്കും കേട്ടോ. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിന് ഇച്ചിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ തിക്നെസ് വരുന്നത് 200 GSM ആണ്. പിന്നെ ഇതിന്റെ ഉള്ളിലെ മോയ്സ്ചറും സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 ഫാനാണ് ഇതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്ലോറിൽ കുറച്ച് പണികടയും ബാക്കിയുണ്ട്. കുറച്ച് മണ്ണും കൂടെ ഇട്ട് ലെവൽ ചെയ്തിട്ട് വീഡ് മാറ്റ് വിരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൃഷിക്കാർക്കൊക്കെ ഈ സോളാർ ഡ്രയർ നല്ല യൂസ്ഫുൾ ആണ്. ഈ ഷീറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ചൂടുണ്ടാവും കേട്ടോ. നല്ല മഴയുള്ളപ്പോൾ കൂടി ഉള്ളിൽ നല്ല ചൂടുണ്ടാവും. നമുക്ക് എന്ത് ക്രോപ്സ് വേണമെങ്കിലും ഉണങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഇത് 82 അടി നീളവും പിന്നെ 31 അടി വീതിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരാവേ.